Hello. Okay, fine. Okay. So today, good evening. ചെറിയ ഓഡിയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയെ പറ്റിയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യു ഓൾ നോ, നമുക്കറിയാം പാർട്ട് ബിയും പാർട്ട് എയുമാണ് പാർട്ട് സിയുമാണ് നമുക്ക് രണ്ട് മാത്തമാറ്റിക്സ് വരുന്ന 2 പാർട്സ് ഉള്ളത്. അതില് നമുക്ക് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്ന് മാക്സിമം ഓർ മിനിമം 6 to 8 ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള സാധ്യത ഉള്ളത്. അതായത് പാർട്ട് ബിയിലും പാർട്ട് സിയിലും കൂടി 6 to 8 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത ഉള്ളത്. അപ്പോ കഴിഞ്ഞ എക്സാമിന് പൊതുവെ കണ്ടിട്ടുള്ളത് റിംഗ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ ഒന്നും നമ്മൾ റിംഗിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ റിംഗിലോട്ട് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ബേസിക്സ് എല്ലാം നമുക്ക് നോക്കി വെക്കാം, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാം. അങ്ങനെ അപ്പൊ അതിൽ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ്. അപ്പോ പൊതുവെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ക്ലാസ് ഇക്വേഷൻസിനെ പറ്റിയിട്ട്. ക്ലാസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലാസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഓർഡറിനെ, സപ്പോസ് n ആണ് ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്നുണ്ടെങ്കിൽ n-നെ കുറച്ച് ടേംസിന്റെ സമ്മായിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ക്ലാസ് ഇക്വേഷൻസ് എന്ന് പറയാം. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ക്ലാസ്സുകളുടെ ഓർഡർ ആണ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എയുടെ കോൺജുഗേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ജി എ ജി ഇൻവേഴ്സ് സച്ച് ദാറ്റ് ജി ബിലോങ്സ് ടു ജി ആണ്. ഇതാണ് എ എന്നുള്ള ഗ്രൂപ്പ് എലമെന്റിന്റെ കോൺജുഗേറ്റ് ക്ലാസ്. ജി ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ ജി എ ജി ഇൻവേഴ്സ് സച്ച് ദാറ്റ് ജി ബിലോങ്സ് ടു ജി. അപ്പോ ഓർഡർ ഓഫ് എ എന്താണോ, ഇപ്പൊ സപ്പോസ് ഒരു എൻ ആണ്, എം ആണ്, അതേപോലെ കുറെ എം ഐകൾ ഉണ്ടാവുമല്ലോ. അതായത് ഓരോ എ ഐകൾ ആണെങ്കിൽ, ഓരോ എ ഐസ് ആണ് ഗ്രൂപ്പിൽ എലമെന്റ് ഉണ്ടെങ്കിൽ കുറെ എം ഐസ് ഉണ്ടാവും. അപ്പൊ n-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര പ്ലസ് സം ഒരു ഫൈനൈറ്റ് mk വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സമ്മായിട്ട് എഴുതുന്നതിനാണ് ക്ലാസ് ഇക്വേഷൻ എന്ന് പറയാം. ഇനി സെഡ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? സെഡ് ഓഫ് ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് എ ഗ്രൂപ്പ് ജി ആണ്. അപ്പൊ സെന്റർ ഓഫ് എ ഗ്രൂപ്പ് ജി എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എ ജി ഈക്വൽ ടു ജി എ ഫോർ ഓൾ ജി ബിലോങ്സ് ടു ജി. അതായത് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സ് ആണ് സെഡ് ഓഫ് ജിയിൽ ഉള്ളത്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ എ ഐകളുടെ അവസ്ഥ എന്തായിരിക്കും? സപ്പോസ് എ ബിലോങ്സ് ടു സെഡ് ഓഫ് ജി ആണെങ്കിൽ അപ്പോ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ എന്ത് തന്നെയാണ് ഉണ്ടാവുക? എ എന്നുള്ള എലിമെന്റ് തന്നെയാണ് ഉണ്ടാവുക, അല്ലെ? അപ്പോ അവിടുത്തെ എയുടെ ഇതെന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് ആദ്യം കുറച്ച് വൺസ് ഉണ്ടാവും, പിന്നെയാണ് നമുക്ക് ബാക്കി ഇൻറ്റീജേഴ്സ് ചെയ്യാം. അപ്പോ ഓപ്ഷൻസ് നോക്കാം. അതിനു മുന്നേ ഞാനൊരു 2 റിസൾട്ട് പറയാം. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് റിസൾട്ട്സ് പറയാം. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് സപ്പോസ് പി ക്യൂ ആണെന്ന് സപ്പോസ് ചെയ്യാം. വിത്ത് പി ലെസ് ദാൻ ക്യൂ ആണ് ആൻഡ് പി ഡിവൈഡ്സ് ക്യൂ മൈനസ് 1 ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു 2 ഗ്രൂപ്പ്സ് ആണ്. ഒന്ന് സെഡ് പി ക്യൂനോട്, പിന്നെ സം നോൺ അബീലിയൻ ഗ്രൂപ്പ്സിനോട്. ഓക്കെ, ഇതേപോലെ തന്നെ ഉള്ള ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ ഈ പി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിവൈഡ് ക്യൂ മൈനസ് 1 ആണെങ്കിൽ ജി ഈസ് ഐസോമോർഫിക് ടു സെറ്റ് പി ക്യൂ ആണ്. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ സെൻട്രലൈസർ എ എന്ന് പറയുന്നത് സെഡ് ഓഫ് ജിയിൽ ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് കോൺജുഗേറ്റ് സെറ്റിലെ
എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ സെഡ് ഓഫ് ജി എന്ന് പറയുന്നത് ജി തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ് ഇക്വേഷൻ എന്താണ്? അതായത് ജി ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ജിയുടെ ക്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട്, ജി ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ് ഓഫ് ഓർഡർ പി ആൻഡ് ക്യൂ, വെർ പി ആൻഡ് ക്യൂ ആർ പ്രൈംസ്, എങ്കിൽ ക്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് പി പ്ലസ് എക്സെട്ര പ്ലസ് സം പീസ്. ഈ പികളുടെ എണ്ണം എന്ന് പറയുന്നത് ക്യൂ മൈനസ് 1/2 ആയിരിക്കും, പ്ലസ് ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് ക്യൂ എണ്ണം എന്ന് പറയുന്നത് പി മൈനസ് 1 ടൈംസും ആയിരിക്കും. അപ്പോ ഈ 4 ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഓർഡർ ഓഫ് ജി പി ക്യൂ ആണെങ്കിൽ വിത്ത് പി ലെസ് ദാൻ ക്യൂ ആണെങ്കിൽ ജി is isomorphic to set PQ, where either set PQ or non-abelian. If P does not divide Q minus 1, then G is isomorphic to set PQ. And if G is abelian, class equation will be of this form. And if G is non-abelian with order PQ, it will be of the form 1 plus P plus extra P, that is Q minus 1/2 times, and Q plus extra P minus 1 times. ഈ 4 റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റനിലോട്ട് മൂവ് ചെയ്യാം. സോ what can we see? അപ്പൊ ഫസ്റ്റ് എലമെന്റിൽ നമ്പർ എന്ന് പറയുന്നത് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? 39 ആണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഓർഡർ തന്നിരിക്കുന്നത്. 39 ഗ്രൂപ്പിന്റെ ഓർഡർ ആണെങ്കിൽ 39നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 13 എഴുതാം. സോ പി എന്ന് പറയുന്നത് 3യും 13 എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആയിട്ട് നമ്മൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 divides 13 minus 1 ആണ് അല്ലെ? അപ്പൊ 3 divides 13 minus 1 ആണ്. So P divides Q minus 1 ആണെങ്കിൽ G is isomorphic to either set 39 or some non-abelian group. Okay. ഇനി സപ്പോസ് G is isomorphic to set 39. Set 39 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് എന്താണ്? അബീലിയൻ ആണ്. സെറ്റ് 39 എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് അബീലിയൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസ് ഇക്വേഷൻ എങ്ങനത്തെ ഫോം ആയിരിക്കും? 1 പ്ലസ് എക്സ്ട്രാ പ്ലസ് 1 എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോ അബീലിയൻ അല്ലാന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഉറപ്പാക്കാം. പിന്നെ വരുന്നത് എന്താണ്? നോൺ അബീലിയൻ ആണോ എന്നുള്ളതാണ്. നോൺ അബീലിയൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ റിസൾട്ട് എന്താണ്? 1 പ്ലസ് 3 പ്ലസ് എത്ര വട്ടം 3 വരും? ദാറ്റ് ഈസ് Q minus 1/2 ടൈംസ് 3 വരും. Q ഇവിടെ എന്താണ്? 13 ആണ്. സോ 13 minus 1/2 ഈക്വൽ ടു എന്താണ്? 6 ആണ്. അപ്പോ 6 ടൈംസ് നമ്മുടെ എന്ത് വരും? 3 വരും. അപ്പൊ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് നമ്മുടെ P എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ P minus 1 ടൈംസ് Q നമ്പർ വരും. അപ്പൊ പ്ലസ് 13 പ്ലസ് 30. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 1 എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഈ പറയുന്ന 1+1+1 ഇല്ലേ, ഈ 1 എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. അപ്പൊ അതായിരിക്കും സെഡ് ഓഫ് ജിയുടെ ഓർഡർ. നമുക്കറിയാം സെഡ് ഓഫ് ജി ഒരു സബ് ഗ്രൂപ്പ് ആണ് ആൻഡ് ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആണ്. അതേപോലെ ക്ലാസിക് ഓർഡർ ഓഫ് എ ഐ, ഈ എംസ് എന്ന് പറയുന്നതും നമ്മുടെ ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ നോക്കി നോക്കൂ, 1+1+1 ആണ്. സോ 1+1+1 3 ആണ്. 3 divides 15 ആണ്. അപ്പൊ അത് ഓക്കെ ആണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു നമ്പർ 2 ആണ്. 2 ഒരിക്കലും എന്തല്ല? 15ന്റെ ഒരു ഡിവൈസർ അല്ല. അതായത് 2 വെച്ച് നമുക്ക് ഒരിക്കലും 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് നമുക്ക് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അപ്പോ അത് തെറ്റാണ്. ഇനി അടുത്തത് വരുന്നത് അഗെയിൻ 14 ആണ്. ഓക്കെ, 14 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ എങ്ങനെ ചെയ്യാം? 14നെ നമുക്ക് 2 into 7 എഴുതാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് 2 divides 7 minus 1. സോ ഐദർ അത് അബീലിയൻ ആയിരിക്കാം ഓർ നോൺ അബീലിയൻ ആയിരിക്കാം. ഇനി അബീലിയൻ ആണെങ്കിൽ 1 + 1 + എക്സെട്ര പ്ലസ് 1 ആയിരിക്കും. നോൺ അബീലിയൻ ആണെങ്കിൽ എന്തായിരിക്കും? 1 + 2 എത്ര വട്ടം വരും? 7 minus 1/2, that is 6/2 is 3 times. So 2 + 2 + 2 plus 7 എത്ര വട്ടം വരും? 2 minus 1, അതായത് ഒരു വട്ടം. സോ 7. സോ ഇതായിരിക്കും ക്ലാസ് ഇക്വേഷൻ 14 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പിന്റെ.
പക്ഷെ ഇവിടുത്തെ ക്ലാസ് ഇക്വേഷൻ എന്താണ്? അതല്ല തന്നിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. ഇനി 21 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പിനെ എങ്ങനെ എഴുതാം എന്നുള്ളത്. സോ 21 ഓർഡർ ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഗെയിൻ 21നെ നമുക്ക് 3 into 7 എഴുതാം. ആൻഡ് 3 divides 7 minus 1 ആണ്. അപ്പൊ അബീലിയൻ അല്ല, കാരണം ഇവിടെ 1 plus 1 plus അല്ല തന്നിരിക്കുന്നത്. നമുക്ക് 1 plus 3 plus 3 plus 7 plus 7 ആണ് തന്നിരിക്കുന്നത്. സോ നോൺ അബീലിയന്റെ ഇക്വേഷൻ ആണ് വരിക. സോ 1 plus 3 എത്ര വട്ടം വരും? 7 minus 1 by 2, that is 6 times, 3 times. So 3 plus 3 plus 3 plus and 7 എന്ന് പറയുന്നത് 2 ടൈംസും വരും. സോ നമുക്ക് പറയാം സി എന്നുള്ളത് തെറ്റാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്ലസ് 3 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് ഉത്തരം എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ട് വി സേ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. സോ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വി ഹാവ് എ സിമ്പിൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 168. ഹൗ മെനി എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ഡസ് ഇറ്റ് ഹാവ്? അപ്പോ മാം കഴിഞ്ഞ ഓപ്ഷനിൽ മാം പറഞ്ഞില്ലേ ഒരു 3 കൂടി ഉണ്ടെങ്കിൽ അത് ശരിയാവുന്ന. അപ്പൊ അത് 21 അല്ലല്ലോ ആൻസർ കിട്ടുക ആഡ് ചെയ്യുമ്പോ? അല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണോ? ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് ഓപ്ഷൻസിൽ വന്ന തെറ്റാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ചെക്ക് ഒരു മിനിറ്റ്. അതെന്തായാലും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായതില്. ക്ലിയർ അല്ലേ? റിസൾട്ട് ക്ലിയർ അല്ലേ? റിസൾട്ടിലും എനിക്ക് ഇതേപോലെ എന്താ പറയാ, അവിടെ PQ ഓർഡർ കംപ്ലീറ്റ് കിട്ടണ്ടേ അത് ആഡ് ചെയ്യുമ്പോ? അവിടെ നമ്മൾ ചെയ്യുമ്പോ എന്താ വെച്ചാല് 1 plus Q minus 1 by 2 P plus P minus 1 Q എന്ന് വരും. അത് ആഡ് ചെയ്യുമ്പോ PQ തന്നെയാണോ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ മിസ് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഇത് പറഞ്ഞപ്പോ ഇവിടെ ഒരു 3 കൂടി ആഡ് ചെയ്യുമ്പോ 24 ആണ് വരിക. ആ ഓപ്ഷൻ കറക്റ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോ ശരിക്കും 21 അല്ല കിട്ടുന്നത്. അല്ലല്ല 24 വരിക. ഒരു മിനിറ്റ്, കൺഫ്യൂഷൻ. ഒരു മിനിറ്റ്. അത് ഞാനൊന്ന് ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മാം അത് 2 minus 1 by P അല്ലേ? ഒരു മിനിറ്റ്, എങ്ങനെയാ? 2 minus 1 by P. എവിടെയാ? അതെ അതെ അവിടെ. അതെ അതെ, സോറി, ഞാൻ 2 അല്ലേ പറഞ്ഞിരിക്കുന്ന. അത് P ആണ് വരിക. അപ്പം ഓക്കെ, സോ അത് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പിയും ക്യൂവും വന്നു. 1 plus 3 എന്ന് പറയുന്നത് Q minus 1 by P ആണ്. സോ Q എന്ന് പറയുന്നത് 7 minus 1 by 3.
2 times വരിക. അഗെയിൻ മറ്റേത് p-1, സോ 7 + 7. സോറി കേട്ടോ, അത് 2 അല്ലായിരുന്നു, p ആണ്. q-1/p ആണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് G be a simple group of order 168. How many elements of order 7 does it have? അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെക്കുക. അപ്പൊ 168നെ നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടർ ചെയ്യാം? നിങ്ങളെ കൂടെ ചെയ്തോളൂ. സോ വിൽ ഗെറ്റ് 2⁵3 × 3 × 7. ഇതാണ് 168ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ആൻഡ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഹൗ മെനി എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ഡസ് ഇറ്റ് ഹാവ്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ആണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം സൈലോ തിയറം എന്താന്നുള്ളത് നോക്കാം. സൈലോ തിയറം പറയുന്നുണ്ട് G ഒരു ഗ്രൂപ്പാണ് ഓഫ് ഓർഡർ p⁻k × m വിത്ത് p ഡസ് നോട്ട് ഡിവൈഡ് m. നമ്മളൊരു പ്രൈം പവർ പിയുടെ പവറിൽ നമ്മൾ എഴുതാൻ പറ്റുന്നുണ്ട് ആ ഗ്രൂപ്പിന് എങ്കിൽ ഫസ്റ്റ് സൈലോ തിയറം പറയുന്നത് there exists a subgroup, there will always exist a subgroup of order p⁻t with 1 less than or equal to t less than or equal to k. ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഈ സബ് ഗ്രൂപ്പുകളൊക്കെ കോൺജുഗേറ്റ് ആയിരിക്കും, അതായത് സ്ട്രക്ചറലി ഐഡന്റിക്കൽ ആയിരിക്കും. അതേപോലെ തേർഡ് വൺ പറയുന്നത് NP is congruent to 1 മോഡുലോ p ആയിരിക്കും. ആൻഡ് ദിസ് ആൻഡ് NP must divide m. അതായത് ബാക്കിയുള്ള നമുക്ക് പ്രൈം p എന്നുള്ള പവേഴ്സ് കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടേംസിനെ NP must divide. അപ്പൊ നമുക്ക് ഇത് ഡയറക്ട്ലി ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. അതായത് സൈലോ തിയറം വെച്ചിട്ട് നമുക്കറിയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ഈസ് കോൺഗ്രുവന്റ് ടു, നമുക്ക് ലാസ്റ്റത്തെ തിയറം മാത്രം മതി, മോഡ് 7 ആണ്. ആൻഡ് n7 must divide. അപ്പൊ 7 കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? 2⁻3 × 3 it is equal to actually it is 24. ഓക്കെ, അപ്പൊ n7 എന്നുള്ള നമുക്ക് എന്തായിരിക്കും കിട്ടുക? n7 എന്ന് പറയുന്നത് 1 മോഡുലോ 7 ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ഡിവൈഡ് 24. അപ്പൊ ഇറ്റ് മസ്റ്റ് ഡിവൈഡ് 24 എന്ന് പറയുമെങ്കിൽ either 3 അല്ലെങ്കിൽ 8 ആയിരിക്കണം അല്ലെ? അപ്പോ ഇവിടെ വരാനുള്ള 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 8. അപ്പോ 3 എന്തായാലും ഇവിടെ ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നമ്മുടെ n7 എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 8 ആയിരിക്കും. അപ്പൊ നമുക്ക് n7 എന്ന് പറയുന്നത് ബിലോങ്സ് ടു 1,8 എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ പിന്നുള്ളത് ഏതാ? സോറി, 7 മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 7നെ പറ്റി മാത്രം ബോധേർഡ് ആയാൽ മതി. സോ n7 is belongs to 1 or 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കൂ. G is a സിമ്പിൾ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നോ നോർമൽ സബ് ഗ്രൂപ്പ് എന്നാണ് മീനിങ്. അപ്പൊ n7 1 ആണെങ്കിൽ, n7 എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പുള്ള ഓർഡർ 7 ആണെങ്കിൽ ഇറ്റ് വിൽ ബി നോർമൽ ആയിരിക്കും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രൂപ്പ് ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ n7 എന്തായിരിക്കും? 8 ആയിരിക്കും. അതായത് 8 എലമെന്റ്സ് ഉണ്ടാവും ഓഫ് ഓർഡർ 8 ഗ്രൂപ്പ്സ് ഉണ്ടാവും അപ്പൊ ഓഫ് ഓർഡർ 7. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ഗ്രൂപ്പ്സ് ഇൻറ്റു ഐഡന്റിറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ 7 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 48 നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും ഓഫ് ഓർഡർ 7. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് സൈലോ തിയറത്തിന്റെ ലാസ്റ്റത്തെ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും, പക്ഷെ ഇറ്റ്സ് സിമ്പിൾ. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് നോക്കാം. ഇത് തന്നിരിക്കുന്നത് P ഒരു പ്രൈം നമ്പർ ആണ്. G is a group such that for each G belongs to G, there exists an number n in n such that G raised to P raised to n is equal to 1.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഫോൾസ് എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെ ഇത് ശരിയാണെന്ന് കിട്ടും. സെന്റർ ഓഫ് ജി ക്യാൻ ബി ഇൻഫൈനൈറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അതായത് ഏതൊരു ജി എടുത്താലും ജി റേസ് ടു പി റേസ് ടു എൻ 1 ആണ്. അത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഫൈനൈറ്റ് ഗ്രൂപ്പിൽ ഒരിക്കലും ഇൻഫൈനൈറ്റ് സെന്റർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇത് എന്താണ്? തെറ്റാണ്. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഫോൾസ് എന്നാണ് ചോദ്യം. അപ്പൊ സെന്റർ ഓഫ് ജി ക്യാൻ ബി ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അടുത്തത് തന്നിരിക്കുന്നത് ഓർഡർ ഓഫ് ജി പി പവർ 6 ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നമ്മൾ എടുക്കുന്ന n എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 6നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ഓർഡർ ഓഫ് ജി ഈക്വൽ ടു പി പവർ 6 then ജി ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് പി സ്ക്വയർ. അതായത് ജി വിത്ത് എ സബ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് എന്ത് കിട്ടണം? പി സ്ക്വയർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ജി ഇൻ എച്ച് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് ആണ്. അത് പി സ്ക്വയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓർഡർ ഓഫ് ജി പി റേസ് ടു 6 ആണ്. അപ്പൊ നമ്മൾ എച്ച് എന്ത് തരത്തിലുള്ള ഒരു സബ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്താൽ മതി? പി പവർ 4 ഓർഡർ ഉള്ള ഒരു സബ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ ഓർഡർ ഉള്ള വേറൊരു സബ് ഗ്രൂപ്പ് കിട്ടും. അതായത് വേറൊരു സബ് ഗ്രൂപ്പ് അല്ല, പി റേസ് ടു 4 സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പി റേസ് ടു 4 ഓർഡർ ഉള്ള ഒരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദി ഇൻഡെക്സ് ആസ് പി സ്ക്വയർ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ശരിയാണ്. പക്ഷെ ഇവിടെ ഫോൾസ് ചോദിച്ച സ്ഥിതിക്ക് ഇറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് അല്ല. ഇനി അടുത്തത് അതിന്റെ നോർമൽ സബ് ഗ്രൂപ്പ്സിനെ വെച്ചിട്ടാണ്. ഓക്കെ, നോർമൽ സബ് ഗ്രൂപ്പ്സിനെ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇങ്ങനെയാണ്. അതായത് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് പ്രൈം പവർ ആണെങ്കിൽ, പി പവർ n ആണെങ്കിൽ there exists at least one normal subgroup of order p power r with for every 0 less than or equal to r less than or equal to n. അപ്പൊ ഇപ്പൊ പി പവർ 6 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? അറ്റ്ലീസ്റ്റ് 5 നോർമൽ സബ് ഗ്രൂപ്പ് എങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ there exists g with g equal to p power 6 such that g has exactly 6 അങ്ങനെ there exists at least one normal subgroup of order എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരിക്കലും 6 എണ്ണം എന്തായാലും ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. അതായത് ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സാക്ട്ലി എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 5 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്സാക്ട്ലി 6 പറഞ്ഞാൽ 6 എണ്ണേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഡി ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഗ്രൂപ്പ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് G1 ആൻഡ് G2 എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ്സ് ആണ്. വിത്ത് 5 എന്ന് പറയുന്നത് G1 G2, G1ൽ നിന്ന് G2ലോട്ടുള്ള ഒരു ഹോമോമോർഫിസം ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നുണ്ട് സർജക്റ്റീവ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു ആണ്. അതായത് ഓൺ ടു എന്ന് പറയുന്നത് 5 ഓഫ് G1 എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ്ലി ഈക്വൽ ടു G2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഇപ്പൊ നമുക്ക് സർജക്റ്റീവ് അല്ല സർജക്റ്റീവ് തന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈക്ലിക് ഗ്രൂപ്പിനെ സൈക്ലിക്കിലോട്ടാണ് മാപ്പ് ചെയ്യുക, അബീലിയനെ അബീലിയനിലോട്ടാണ് മാപ്പ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അതായത് ഗ്രൂപ്പ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതൊക്കെ ശരിയാണ്. സബ് ഗ്രൂപ്പിനെ സബ് ഗ്രൂപ്പിലേക്കാണ് മാപ്പ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഓഫ് 5 ഓഫ് G1 ആണ് വരിക. ഓഫ് 5 ഓഫ് G1 അതായത് ഇമേജിന്റെ സൈക്ലിക് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഇമേജിന്റെ അബീലിയൻ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഇമേജിന്റെ സബ് ഗ്രൂപ്പിലേക്ക് ഇമേജിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് എന്നാണ് പറയാം. ഇവിടെ ഓൾറെഡി സർജക്റ്റീവ് തന്നുകൊണ്ട് തന്നെ ആ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? G2 എന്നുള്ള ഗ്രൂപ്പാണ്. സോ ഈ 4 ഓപ്ഷൻസും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ,
ഇത് കോമൺലി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ, അതായത് ആ കൊല്ലത്തെ ഇയർ എന്താണോ ആ ഇയറിലുള്ള നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഇത് കണ്ടിട്ടില്ല, അപ്പം മേ ബി വി ക്യാൻ എക്സ്പെക്ട് ഡ്യൂറിങ് ദിസ് എക്സാം. അപ്പോ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 2023 ക്വസ്റ്റ്യൻ ആണ്. സോ GBA ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2023, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു പ്രൈം ഫാക്ടറൈസ് ഇറ്റ്. അപ്പൊ 2023 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2023 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 into 17 into 17, അതായത് 7 into 17 സ്ക്വയർ എന്നാണ് കണ്ടിട്ടുള്ളത്. ഇനി ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, G ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണോ, G ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ, G ഒരു സിമ്പിൾ ഗ്രൂപ്പ് ആണോ, G അത് സിമ്പിൾ അല്ലാത്തൊരു ഗ്രൂപ്പാണ്. അപ്പൊ സിമ്പിൾ ഗ്രൂപ്പിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ എഗെയിൻ നമുക്ക് ഇത് ഏത് വെച്ച് ചെയ്യാം, സൈലോ തിയറം വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. സോ സൈലോ തിയറം വെച്ചിട്ട് നമുക്ക് പറയാം N7 എന്ന് പറയുന്നത് is equal to 1 congruent to 1 modulo N7 congruent to 1 modulo 7 and N7 must divide 17 square. 17 square എന്ന് പറയുന്നത് 289 ആണ്. ഇതാണ് ഒരു ഇതില്. പിന്നുള്ളത് N17 congruent to 1 modulo 17 and N17 must divide 7. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് N7 must divide 289 and N7 must be congruent to 1 modulo 7. അപ്പോൾ ബൈ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടും N7 equal to 1. അതുപോലെ ഇവിടെ N17 equal to 1 കിട്ടും. അതായത് ഒരു നോർമൽ സബ് ഗ്രൂപ്പ്, ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ ഓഫ് ഓർഡർ 7, അതേപോലെ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ ഓഫ് ഓർഡർ 17 സ്ക്വയർ. ഓക്കെ, അപ്പോ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 289 എന്ന് പറയുന്നത് ഒരു 17 SSG ആണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും, G എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതിനോട് ഐസോമോർഫിസം ഫോം ചെയ്യും, അതായത് P ക്രോസ് Q എന്നുള്ള രണ്ട് സബ് ഗ്രൂപ്പിന് P ക്രോസ് Q എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ P എന്ന് പറയുന്നത് എന്താണ്, P എന്ന് പറയുന്നത് 7 ഓർഡർ ഉള്ള 7 സൈലോ സബ് ഗ്രൂപ്പും Q എന്ന് പറയുന്നത് 289 ഓർഡർ ഉള്ള 17 സൈലോ സബ് ഗ്രൂപ്പും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾ ടോട്ടൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, G is isomorphic to set 7 cross set 17 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്ന G ഓഫ് ഓർഡർ 2023 എന്ന് പറയുന്നത് ഇതിനോട് ഐസോമോർഫിക് ആണെന്ന് കിട്ടി. അപ്പോ നമുക്ക് പറയാം ഇതെന്താണ്, അബീലിയൻ ഗ്രൂപ്പ് ആണ് അല്ലെ, അബീലിയൻ ആണ്, സൈക്ലിക് അല്ലല്ലോ. അപ്പൊ നോട്ട് സൈക്ലിക്, അതുപോലെ നോട്ട് സിമ്പിൾ. കാരണം N7 ഉം N17 ഉം നമുക്ക് എന്ത് കിട്ടി, 1 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് സിമ്പിൾ, അതായത് നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എയും ഡിയും ആണ്. ഓക്കെ, ഇനി ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഇയർ എന്ന് പറയുന്നത് 2025 ആണ് അല്ലെ. 2025 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2025 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ (5 square into 3 raised to 4) എന്നാണ് നമുക്ക് കിട്ടാം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ആകുമ്പോൾ നമ്മൾ 9നെ 3ലോട്ട് ഇത് ചെയ്തു. അപ്പൊ 5 square into 3 raised to 4 എഴുതും. അഗെയിൻ സൈലോ തിയറം അപ്ലൈ ചെയ്ത് നോക്കും. സോ N5 will be congruent to 1 modulo 5 and N5 must divide 3 raised to 4. Similarly, N3 must be congruent to 1 modulo 3 and N3 must divide 5 square. ഓക്കെ, അപ്പൊ ഇത് വരാവുന്ന നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ N5നെ നമുക്ക് 1 + 5k എന്ന് എഴുതാം. ആൻഡ് ഇവിടെ N3നെ നമുക്ക് 1 + 3k എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും?
നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് n5 എന്ന് പറയുന്നത് 1ഉം 81ഉം ആയിരിക്കും അല്ലെ. ആൻഡ് കാരണം ഇവിടെ n5 മസ്റ്റ് ഡിവൈഡ് 81ഉം ഇവിടെ n3 മസ്റ്റ് ഡിവൈഡ് 25 ആണ്. 1ഉം 81ഉം ആണ് വരിക. പിന്നെ n3 എന്ന് പറയുന്നത് നമുക്ക് 1ഉം 25 തന്നെ വരും. ഇടയിലുള്ള നമ്പേഴ്സ് ഒന്നും ഇതില്ല. അപ്പോ നോക്കി നോക്കൂ, നമുക്ക് n5 എന്ന് പറയുന്നത് 181 ആണ്, n3 എന്ന് പറയുന്നത് 1ഉം 25 ആണ്. ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഗ്രൂപ്പ് എന്തിനോട് ഐസോമോർഫിസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം വേറെ വല്ല ഓപ്ഷൻസ് ആയിരിക്കും തരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ മിക്കവാറും ഈ സൈലോ തിയറം അപ്ലൈ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ n5 n3 എന്ന് വെച്ച് ഇത് ചെയ്യുക, ഇതിന് പോസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്കൊരു n5 ഒരു 81 ഇത് വന്നു, അതായത് ഓഫ് ഓർഡർ 25 81 സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 ആണ്. 25 സബ്, അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫോം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്പെസിഫിക് ആൻസർ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇനിയാണ് ഐഡിയലിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതായത് ഐഡിയലിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മാക്സിമൽ ഐഡിയൽസ് ഓഫ് സെഡ് ഓഫ് എക്സ്. അപ്പൊ ഫസ്റ്റ് ഒരു റിസൾട്ട് പോലെ നമുക്ക് പറയാം. സെഡ് ഓഫ് എക്സിലെ മാക്സിമൽ ഐഡിയൽസിന്റെ ഫോം എന്ന് പറയുന്നത് P generated by P, R of x ആയിരിക്കും. വിത്ത് R of x എന്ന് പറയുന്നത് ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ZP ആയിരിക്കും. ആൻഡ് P ഒരു പ്രൈം ആയിരിക്കും. R of x എന്ന് പറയുന്നത് P is a prime in Z and R of x is an irreducible polynomial in ZP ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ഓൾറെഡി നമുക്ക് പറയാം 2 and 3 ആർ പ്രൈംസ് ഇൻ Z ആണെന്ന് പറയാം. 2, 3 ആർ പ്രൈംസ് ഇൻ Z ആണെന്ന് പറയാം. ഓക്കെ, പ്രൈം എലമെന്റ് ആണെന്ന് പറയാം. ഇനി ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 ആൻഡ് 1 plus x square ആണ്. ഓക്കെ, അപ്പോ 1 plus x square നമുക്ക് ഇതിനെ മോഡുലോ 2 ചെയ്യണം. അപ്പൊ x ഈക്വൽ ടു 1 ചെയ്ത് നമുക്ക് മോഡുലോ 2 ചെയ്യുമ്പോൾ സൊല്യൂഷൻ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതായത് അതവിടെ എന്തല്ല, ഇറെഡ്യൂസിബിൾ അല്ല. റെഡ്യൂസിബിൾ ആണ് കാരണം അവിടെ അതിന് സീറോസ് ഉണ്ടോണ്ട് തന്നെ അത് റെഡ്യൂസിബിൾ ആണ്. സോ ഫസ്റ്റ് വൺ എന്തല്ല, മാക്സിമൽ ഐഡിയൽ അല്ല. ഓക്കെ, ഇനി പെട്ടെന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റുന്നത് ഈ ഒരു ഇതാണ്, അതായത് 1 plus 3ഉം 1 plus x square ആണ്. Again x equal to 1 കൊടുത്തിട്ട് മോഡുലോ 3 ചെയ്ത് കഴിഞ്ഞാൽ we'll get this as മോഡുലോ 3 for x equal to 1 ചെയ്ത് കഴിഞ്ഞാൽ we'll get the value 0. Again അവിടെ അതെന്താണ്, റെഡ്യൂസിബിൾ ആണ്. അപ്പോ ഇതും മാക്സിമൽ ഐഡിയൽ അല്ല. ഓക്കെ, ഇനിയുള്ളത് ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 and 1 plus x square, ഐഡിയൽ ജനറേറ്റഡ് ബൈ 3 and 1 plus x square. അപ്പൊ നമുക്ക് Z2ല് 1 plus x square ഒരിക്കലും എന്തുണ്ടാവില്ല, 0 ഉണ്ടാവില്ല. കാരണം Z2 എന്നുള്ള നമ്മുടെ സെറ്റില് 0യും 1ഉം മാത്രമേ എലിമെന്റ്സ് ഉള്ളൂ. 0 കൊടുത്താലും അവിടെ 0 അല്ല വരിക, 1 കൊടുത്താലും 0 അല്ല വരിക. സോ B എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. അഗെയിൻ C എന്ന് പറയുന്നതും കറക്റ്റ് ആൻസർ ആണ്. അപ്പോ ഓർത്ത് വയ്ക്കുക, മാക്സിമൽ ഐഡിയൽസ് ഓഫ് സെഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ദി ഫോം P, R of x generated by P, R of x ആണ്, where P is a prime in Z and R of x is an irreducible polynomial in ZP. ZPയിലെ irreducible polynomial ആണോ ചെക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ZPയിലെ എലമെന്റ്സ് ഇട്ട് കൊടുക്കുക ആൻഡ് മോഡുലോ P ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടുന്നുണ്ടോ നോക്കുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇറെഡ്യൂസിബിൾ. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ അഗെയിൻ അതുപോലെ തന്നെ ഒരു പോളിനോമിയൽ ഇൻ സെഡ് ഓഫ് എക്സ് ആണ്. Let f of x equal to
x square plus x plus 1 and g of x is equal to x square plus x minus 2 be polynomials in z of x. Which of the following are true എന്നാണ് ചോദ്യം. Okay. So, for all primes p, f of x modulo p is irreducible in z over p z of x. അപ്പൊ z over p z എന്ന് പറയുന്നത് is isomorphic to എന്താണ്? z p of x ആണ്. ഓക്കെ, അപ്പോ ഇറെഡ്യൂസിബിൾ ആണോ സെറ്റ് പി ഓഫ് എക്സിൽ എന്നാണ് ചോദ്യം. അപ്പൊ ഫോർ ഓൾ പ്രൈംസ് പി എഫ് ഓഫ് എക്സ് മോഡുലോ പി ഇസ് ഇറെഡ്യൂസിബിൾ. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഓൾറെഡി എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക അല്ലെ? എക്സ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് പിക്ക് എന്ത് കൊടുത്താൽ മതി? പി ഈക്വൽ ടു 3 കൊടുക്കുക. ആൻഡ് എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ തന്നെ നമുക്ക് എന്താണ്? പി ഈക്വൽ ടു 3യില് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്താണ്? റെഡ്യൂസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി ദർ എക്സിസ്റ്റ് എ പ്രൈം പി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് മോഡുലോ പി ഈസ് ഇറെഡ്യൂസിബിൾ ഇൻ പി ഓവർ സെറ്റ് പി ഓഫ് എക്സ്. അഗെയിൻ ജി ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 2 ആയ പോരെ? അപ്പൊ എക്സിന് അഗെയിൻ 1 കൊടുത്താൽ മതി. അപ്പൊ 1 കണ്ടെയ്ൻ ചെയ്യുന്ന മിനിമൽ ആയിട്ടുള്ള ഒരു സെറ്റിന് നമ്മൾ പി ഈക്വൽ ടു 2 കൊടുക്കുക. സെറ്റ് പി എന്നാ എടുക്കുക. സെറ്റ് പിയിൽ ഓൾറെഡി അത് എന്താണ്? റെഡ്യൂസിബിൾ ആണ്. അതായത് ഇറ്റ് ഹാസ് എ 0 ഇൻ Z2. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ, സോറി റെഡ്യൂസിബിൾ ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ എഫ് ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് ഒരു രണ്ട് റിസൾട്ട് പറയാം. ഗോസ് ലെമ്മ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഗോസ് ലെമ്മ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളിനോമിയലിനെ നമ്മൾ വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പോളിനോമിയൽ ഇൻ സെറ്റ് പി ഓഫ് എക്സ്. അതായത് ഏതെങ്കിലും ഒരു പ്രൈം പി എടുത്തിട്ട് ഡിഗ്രി മാറാത്ത തരത്തിൽ നമ്മൾ അതിനെ മോഡുലോ ഇത് ചെയ്യും. എന്നിട്ട് അത് ഇറെഡ്യൂസിബിൾ ഇൻ സെറ്റ് പി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അതിനെ നമ്മൾ മോഡുലോ പി ടെസ്റ്റ് എന്നും പറയും. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റിജർ പോളിനോമിയൽ, അതായത് പോളിനോമിയൽസ് വിത്ത് ഇന്റിജർ കോഎഫിഷ്യൻസിലുണ്ട്. ഇറ്റ് വിൽ റെഡ്യൂസസ് ടു ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ മോഡുലോ എ പ്രൈം പി ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് പ്രിമിറ്റീവ്, then f of x is irreducible over q if f of x belongs to z ആണ്. എന്നിട്ട് if f of x is irreducible over a field set p of x and ഡിഗ്രി മാറുന്നില്ല, എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി ഒരിക്കലും മാറുന്നില്ല, then എഫ് ഓഫ് എക്സ് is irreducible over q ആണ്. ഏതെങ്കിലും ഒരു പിക്ക് അത് ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ എൻ്റയർ ക്യൂവിൽ അത് ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി പി ഈക്വൽ ടു 3ക്ക് റെഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു. ഇനി ജി ഓഫ് എക്സ്, അപ്പൊ ഓക്കെ, ജി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഇൻ ക്യൂ ആണോ? സി ഉള്ള ഓപ്ഷൻ ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഓക്കെ. വേറൊരു റിസൾട്ട് കൂടി പറയട്ടെ. ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഓഫ് ദി ഫോം a0 പ്ലസ് a1x പ്ലസ് എക്സ്ട്രാ പ്ലസ് an x പവർ n ആണ്. വിത്ത് p ഡിവൈഡ്സ് a0 a1 എക്സെട്ര an minus 1 and p does not divide an and p square does not divide a0. അങ്ങനെയാണെങ്കിൽ f of x is irreducible over q ആണ്. ഓക്കെ, അപ്പൊ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയൻ ഗോസ് ലെമ്മയാണ് ഓർത്ത് വെക്കേണ്ടത് പോളിനോമിയലിന്റെ ഇറെഡ്യൂസിബിലിറ്റിയുടെ റിസൾട്ട്. അപ്പോ ഇനി ഓക്കെ, അപ്പൊ അത് റെഡ്യൂസിബിൾ ആണെന്ന് കിട്ടി.
ഇനി ജി ഓഫ് എക്സിന്റെ കാര്യം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം വെച്ചിട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാലോ. അതായത് ഇത് ഓൾറെഡി എന്തിലാണ്? സെഡ് ഓഫ് എക്സിൽ ഓൾറെഡി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഉണ്ട്, അതായത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സിലും അതെന്താ, സെഡ് ഓഫ് എക്സിൽ അത് റെഡ്യൂസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ക്യൂ ഓഫ് എക്സിലും അതെന്താണ്? റെഡ്യൂസിബിൾ ആണ്. അപ്പോൾ സി എന്നുള്ള ഓപ്ഷൻ തെറ്റിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡീനെ നമുക്ക് ഐദർ നമ്മൾ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ഈ ഗോസ് ലെമ്മ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം Z2 എഫ് ഓഫ് എക്സിന് റൂട്ട് ഇല്ല അല്ലെ? എഫ് ഓഫ് എക്സിന് Z2 ഒരു റൂട്ട് ഇല്ല. അതുകൊണ്ട് Z2 ഓഫ് എക്സിൽ അതിനൊരു റൂട്ടില്ല, അല്ലെങ്കിൽ Z2 അതിന് റൂട്ടില്ല. അപ്പോ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് Z2 ഇറെഡ്യൂസിബിൾ ആണ്. അത് പ്രിമിറ്റീവ് പോളിനോമിയലാണ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസിന്റെ GCD എടുത്താൽ നമുക്ക് 1 കിട്ടണം. അപ്പൊ ഇത് പ്രിമിറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ട് പോളിനോമിയൽ ഇതേപോലെ പിയും ക്യൂവും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു പോളിനോമിയൽ ഇൻ സെഡ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറെഡ്യൂസിബിൾ ഓവർ സെഡ് ആണെങ്കിൽ, ആ പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ഓവർ സെഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആയിരിക്കും. അപ്പൊ സെഡിൽ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആയിരിക്കും. തിരിച്ച് എങ്ങനെ നമുക്ക് പറയാം? റെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ ഓവർ ഇസഡ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഗോസ് ലെമ്മയും ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ഓർത്തേക്ക്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽസിന്റെ ഒക്കെ എ നോട്ടൊക്കെ 1 ആവുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് 1 അല്ലാത്ത കേസിൽ വരുമ്പോൾ നമുക്ക് ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ പൊതുവെ അപ്ലൈ ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 2 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2 ആണ്. ഓക്കെ, ഇതിന്റെ റൂട്ട്സ് എന്തൊക്കെയായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 2⁻⁴ ആണ്. പിന്നെ 2⁻⁴ ഒമേഗ, 2⁻⁴ ഒമേഗ സ്ക്വയർ. വേറെ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് e⁻²πi/3 ആണ്. ദാറ്റ് ഈസ് -1 ± √3i/2. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ് ക്യൂബ് -1ന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 1 ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് ക്യൂബ് -2ന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 2⁻⁴, 2⁻⁴ ഒമേഗ, 2⁻⁴ ഒമേഗ സ്ക്വയർ ആണ് നമുക്ക് റൂട്ട്സ് ഉള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗാലോയ്സ് ഗ്രൂപ്പ് ഓഫ് കെ ഓവർ ക്യൂ ഈ സിമെട്രിക് ഗ്രൂപ്പ് F3. ഗാലോയ്സ് ഗ്രൂപ്പ് ഓഫ് കെ ഓവർ ക്യൂ ഈ സിമെട്രിക് ഗ്രൂപ്പ്, ഇത് ക്യൂ ഓഫ് ഒമേഗയാണ്. സെക്കൻഡ് ഓപ്ഷൻ ക്യൂ ഓഫ് ഒമേഗയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് കെ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ ക്യൂ ആണ്. അപ്പോ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ഓഫ് 2⁻⁴, ഒമേഗ ആയിരിക്കും നമ്മുടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് അതായത് സൊല്യൂഷൻസിനെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീൽഡായിട്ട് കണ്ടാൽ മതി. അപ്പൊ കെ എന്ന് പറയുന്നതിന് നമ്മൾ ക്യൂ ഓഫ് 2⁻⁴, ഒമേഗയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ജി എന്ന് പറയുന്നത് ഗാലോയ്സ് ഗ്രൂപ്പ് ഓഫ് കെ ഓവർ ക്യൂ ആണ്. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് കെ ഓവർ ക്യൂ ആണ്. ഇൻഡെക്സ് ഓഫ് കെ ഇൻ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ എന്ന് പറയുന്നത് 2⁻⁴ ഒമേഗയാണ്. അപ്പൊ
ഇൻഡെക്സ് ഓഫ് കെ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ് നമുക്ക് വരിക. ഓക്കെ, അതായത് എക്സ് ക്യൂബ് മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് ഇത് കണ്ടുപിടിക്കാനുള്ളൊരു പറഞ്ഞുതരാം. അപ്പൊ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് കെ ഓവർ ക്യൂ അല്ലേ. അപ്പൊ കെ ഓവർ ക്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ ഓഫ് 2⁻⁴, ഒമേഗ with omega, index field of this into index of over Q. ഇങ്ങനെ എഴുതാലോ. അതായത് സ്പ്ലിറ്റിംഗ് ഫീൽഡിൽ 2 എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ we can split it accordingly as Q of 2⁻⁴ omega, Q of omega and Q of omega over Q. അപ്പൊ 2⁻⁴ omega എന്ന് പറയുന്നത് ഇതിന്റെ പോളിനോമിയൽ നിന്ന് എക്സ് ക്യൂബ് മൈനസ് 2 ആണ്. സോ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ഇൻറ്റു Q of omega Q എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. യൂണിറ്റിയുടെ നമ്മുടെ പോളിനോമിയൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പവർ 2 ആണ്. സോ 3 × 2 = 6 ആണ് നമുക്ക് ഓർഡർ ഓഫ് ജി കിട്ടുക. അപ്പോ 6 ഓർഡർ ഉള്ള സ്ഥിതിക്ക് തന്നെ ജി എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസ് ഐദർ Z6 ഓർ S3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും അതായത് ജി എന്നുള്ള ഗ്രൂപ്പിന്റെ ഓർഡർ കണ്ടുപിടിച്ചു. 6 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഒന്നല്ലെങ്കിൽ അത് Z6നോടോ അല്ലെങ്കിൽ Z3നോടോ ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ കെ ഓവർ ഗ്രൂപ്പ് ഈസ് സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് S3 ആണോ, അതോ ഗാലോയ് ഗ്രൂപ്പ് ഓഫ് കെ ഓവർ ക്യൂ എന്ന് പറയുന്നത് Z3നോട് ഐസോമോർഫിക് ആണോ? ചോദിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് പറയാൻ പറ്റും, അതായത് സി തെറ്റാണെന്ന് പറയുമ്പോൾ ഐദർ Z6 അല്ലെങ്കിൽ S3 ആണെന്നാണ് നമ്മുടെ ഓപ്ഷനിൽ. അപ്പൊ സി എന്തായാലും തെറ്റിപ്പോയി. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? അബീലിയൻ ആണെങ്കിൽ അത് Z6നോട് ഐസോമോർഫിക് ആയിരിക്കും, അല്ലെങ്കിൽ അത് S3നോട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഇതാണ്. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലിമെന്റിനെ ഞാൻ σ1, σ2, σ3, σ4, σ5 and σ6 ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, എന്റെ σ1 എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആണല്ലോ. σ1 എന്ന് പറയുന്നത് ആൽഫ ആയിട്ട് ഞാൻ ആൽഫ ഇസ് ഈക്വൽ ടു 2⁻⁴ എടുത്തു. ആൻഡ് ഒമേഗ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് വരുന്നത് ആൽഫ ഒമേഗ സ്ക്വയർ ആണ് ജിയിലെ എലമെന്റ്സ് വരുന്നത്. അപ്പോ പെർമ്യൂട്ടേഷൻസ് എങ്ങനെയൊക്കെ വരാം? അതായത് എല്ലാ ആൽഫാസിനെയും നമുക്ക് ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രം എഴുതുന്ന സംഭവമാണ്. അതായത് നമുക്ക് ഓർഡർ ഓഫ് ജി 6 കിട്ടി. അപ്പൊ ജി ഇസ് ഐദർ Z6 ഓർ S3. ഞാൻ കൺസിഡർ ചെയ്ത എലമെന്റ്സ് ജി എന്ന് പറഞ്ഞാൽ σ1, σ2, σ3 പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പൊ ഒന്ന് നമുക്ക് എന്താ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ വരാം. പിന്നെ വരാവുന്നത് σ2 എന്ന് പറയുന്നത് ആൽഫ ഒമേഗനെ ഇന്റർചേഞ്ച് ചെയ്തു, ആൽഫ ഒമേഗ സ്ക്വയറിനെ ഫിക്സ് ചെയ്തു. ആൻഡ് σ3 എന്ന് പറയുന്നത് ഞാൻ ആൽഫ എടുത്തു, ആൽഫനെ ഫിക്സ് ചെയ്തു, ആൽഫ ഒമേഗ സ്ക്വയറിനെ ഇന്റർചേഞ്ച് ചെയ്തു. σ4 എന്ന് പറയുന്നത് ആൽഫ ഒമേഗ സ്ക്വയറിന് ഐഗനെ ഫിക്സ് ചെയ്തു. σ5 എന്ന് പറയുന്നത് ആൽഫ ഒമേഗ സ്ക്വയർ ആയിട്ട് എടുത്തു. പിന്നെ σ6 ആയിട്ട് എനിക്ക് ഇവര് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ആൽഫ ഒമേഗ സ്ക്വയർ ആൽഫ ഒമേഗ. അതായത് ഇങ്ങനെ എഴുതുന്നത് ആൽഫ ഒമേഗ സ്ക്വയർ ഇങ്ങനെ ഈ എലമെന്റ്സ് ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ σ3യും ആൽഫ ഒമേഗ σ3 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് σ3 × σ2 കിട്ടില്ല.
അതായത് അത് നോൺ അബീലിയൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. Z6നോടോ S3നോടോ ആയിരിക്കും അത് ഐസോമോർഫിക് ആവുക. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് പെർമ്യൂട്ടേഷൻസ് വരിക. സോ ഐദർ σ2 into σ3 അല്ല σ2 into not equal to σ3 into σ2 കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അത് എന്തിനോടാ നോൺ അബീലിയൻ ആയിരിക്കും. അപ്പൊ S3നോടെ അപ്പൊ എ എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആയി. K over Q ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. സോ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ഐസോമോർഫിക് Z3നോടാണ് ഐസോമോർഫിക് ആവുക. അപ്പൊ ഇത് തെറ്റിപ്പോയി. സോ A and B ആർ ദി ആൻസേഴ്സ്. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ഓഫ് ജി കണ്ടുപിടിച്ചാൽ മതി. അത് വെച്ചിട്ട് നമ്മൾ ഇത്ര എലമെന്റ്സ് അസ്യൂം ചെയ്തു, എന്നിട്ട് അത് ആണോന്ന് Z6നോടോ S3നോടോ ആണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Let G be a group of 2x2 invertible matrices with entries from Z over 9Z. A be the order of G. Which of the following statements are true? Okay, അപ്പോ ഡയറക്ട്ലി ചെയ്യാവുന്ന റിസൾട്ട് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ജി ഒരു ഗ്രൂപ്പാണ് ഓഫ് 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് എൻട്രീസ് ഫ്രം Z9. Z9ലെ എൻട്രീസ് വരുന്ന 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് ആണ്. അപ്പൊ അതിനുള്ള GLN ZP എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ n/n മെട്രിസസ് വിത്ത് എൻട്രീസ് ഫ്രം ZP ആണ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ഫോർമുല പഠിച്ചു വെക്കേണ്ടതാണ്. P⁻n−1 P⁻n−p into etc. P⁻n - P⁻n−1 ആണ്. ഓക്കെ, ഇനി പ്രൈം ഫീൽഡിന് പകരം P പവർ സം k ആണെന്ന് വിചാരിച്ചോളൂ. P പവർ ഇതിന്റെ ഫോർമുല P⁻k−1 n² into order of GLN ZP ആണ്. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? Z9 ആണ് അല്ലെ? Z9 എന്ന് പറഞ്ഞാൽ Z3 ആണ്. Z3² ആണ് ചോദ്യം. അതായത് GLN of Z3² ആണ് നമ്മുടെ ചോദ്യം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 പവർ കെക്ക് പകരം 2-1 ഇൻറ്റു n എന്ന് പറയുന്നത് എന്താണ്? 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് ആണ്. സോ 2² ഇൻറ്റു ഇവിടെ എന്താ വരിക? GLN ZP. GLN Z3 എന്ന് പറയുന്നത് എന്താണ്? 3² - 1 ഇൻറ്റു 3² - 3 ആണ്. ഓക്കെ, നമുക്ക് ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ A is divisible by 3/4, A is divisible by 2/4 എന്നൊക്കെയാണ്. അപ്പൊ പ്രൈംസിന്റെ പവേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടാൽ മതി. സോ ഇവിടെ 3/4 വരും ഇൻറ്റു 8 ഇൻറ്റു 6 ആണ് വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/5 ഇൻറ്റു 2/3 + 1 2/4. സോ 3/5 ഇൻറ്റു 2/4 ആണ് ഉത്തരം വരുന്നത്. So A is divisible by 3⁴ ആണോ? A is divisible 4 ആണോ? ആണ്. A is not divisible by 48. 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 8s are 48 ആണ്. അപ്പൊ ഇത് എന്താണ്? ഡിവിസിബിൾ ആണ്. സോ ഇത് തെറ്റിപ്പോയി. A is divisible by 3⁶ എന്ന് പറയുന്നത് തെറ്റാണ്. 3⁵ വരെ നമുക്ക് പവർ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് ക്ലിയർ ആയിരിക്കണം. ഇനി for which of the following values of Q does a finite field of order Q have 6 subfield? അപ്പോ ഏതൊക്കെ വാല്യൂസ് ഓഫ് Q, അതായത് 2 പവർ ഇതിനാണ് എക്സാക്ട്ലി 6 സബ്ഫീൽഡ്സ് വരുന്നത്. അപ്പൊ അതിനുള്ള അഗെയിൻ ഒരു റിസൾട്ട് കൂടി പറഞ്ഞുതരാം. എഫ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് വിത്ത് കാർഡിനാലിറ്റി P⁻n ആണ് നമ്മുടെ
കാർഡിനാലിറ്റി വേർ n is a നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ എഫിന് എക്സാക്ട്ലി എന്തുണ്ടാവും? ടോ ഓഫ് ഉണ്ടാവും. ടോ ഓഫ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് n ആണ്. നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് n ആണ്. അപ്പൊ എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് ഓഫ് ഓർഡർ p പവർ n. ടോ ഓഫ് n എന്ന് പറയുന്നത് സബ് ഫീൽഡ്സ് ആണ്. സോറി, ടോ ഓഫ് n നമ്പർ ഓഫ് സബ് ഫീൽഡ്സ് ഉണ്ടാവും. ടോ ഓഫ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് n ആണ്. അപ്പൊ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. എ എന്ന് പറയുന്നത് q ഈക്വൽ ടു 2 പവർ 18 ആണ്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? 18 ആണ്. അപ്പൊ 18ന്റെ ടോ ഓഫ് n എന്താണ്? നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് n ആണ്. അപ്പൊ n-നെ അഗെയിൻ ഞാൻ എന്ത് ചെയ്യും? പ്രൈം പവേഴ്സ് ആയിട്ട് എഴുതും. pt റേസ് ടു kt ആണെങ്കിൽ ടോ ഓഫ് n എന്ന് പറയുന്നത് എന്റെ k1 പ്ലസ് 1 ഇൻറ്റു k2 പ്ലസ് 1 എക്സെട്ര kn പ്ലസ് 1. അതായത് p1 ഒരു ഡിവൈസറാണ്, p1 സ്ക്വയർ ഒരു ഡിവൈസറാണ്, ഇനി p1 ഇൻറ്റു p2 ഒരു ഡിവൈസറാണ്. അങ്ങനെയുള്ള എല്ലാ പോസിബിൾ പെയർസും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ടോ ഓഫ് n എന്ന് പറയുന്നത് k1 പ്ലസ് 1 k2 പ്ലസ് 1 എക്സെട്ര kn പ്ലസ് 1 ആണ്. n ഈക്വൽ ടു 18 ആണെങ്കിൽ ടോ ഓഫ് 18 എന്ന് പറയുന്നത് 18നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോ ഓഫ് 18 എന്ന് പറയുന്നത് 2 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 6 ആണ്. അങ്ങനെ നമുക്ക് ടോ ഓഫ് 32നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടു പവർ 5 ആണ്. സോ 5 പ്ലസ് 1 ആയിരിക്കും ടോ. അത് 5 പ്ലസ് 1 ആയിരിക്കും ടോ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6. അങ്ങനെ നമുക്ക് എല്ലാത്തിനും 6 ആണ് കിട്ടുക. സോ എ ബി സി ഡി ആർ ഓൾ ദി റൈറ്റ് ആൻസേഴ്സ്. ഇനി കൺസിഡർ ദി റിംഗ്. ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ, കുറച്ച് വലുതായി തോന്നും പക്ഷെ സിമ്പിൾ ആണ്. കൺസിഡർ ദി റിംഗ് ആർ എന്ന് പറയുന്നത് an x raised to n, an belongs to z and an not equal to z. an belongs to z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പവേഴ്സും വരും. ഓക്കെ, ആൻഡ് an not equal to 0 ഓൺലി ഫോർ ഫൈനൈറ്റ്ലി മെനി n belongs to z. ഓക്കെ, അപ്പൊ an എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് എല്ലാം ഇന്റീജേഴ്സിലാണ്. അതേപോലെ n belongs to z ആണ്. n എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. അപ്പൊ n -1 ആവാം, -2 ആവാം, എന്തും ആവാം. ഓക്കെ, വേറെ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ ബൈ ദി കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദ്യം. ആർ ഒബ്വിയസ്ലി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. കാരണം ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. സോ ആർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇനി നമുക്ക് ഈ ഒരു റിങ്ങിനെ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ആർ എന്ന് പറയുന്നത് ഓഫ് എക്സിലെ എലമെന്റ് പ്ലസ് പ്രൈം നെഗറ്റീവ് ഇന്റീജേഴ്സും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് പവർ -1 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ആർ എന്ന് പറയുന്നത് ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സെഡ് എക്സ് എക്സ് പവർ -1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആറിനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഫോമിലേക്ക് മാറ്റുക ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് x-1 മാക്സിമൽ ഐഡിയൽ ഇൻ ആർ ആണോ, x-1 2 ഒരു പ്രൈം ഐഡിയൽ ഇൻ ആർ ആണോ, x,5 ഒരു മാക്സിമൽ ഐഡിയൽ ആണോ എന്നാണ് ചോദ്യം. ഓൾറെഡി നമുക്കറിയാം ജനറേറ്റഡ് ബൈ x-1, 2 ലാണ് ഏതുള്ളത്? x-1 കണ്ടെയ്ൻഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതെന്താണ്? മാക്സിമൽ ഐഡിയൽ ആവുന്നില്ല. അപ്പോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റായി. ഓക്കെ, ഇനിയുള്ളത് x-1, 2 ഒരു പ്രൈം ഐഡിയൽ ഇൻ ആർ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി സെഡ് ഓഫ് x,x⁻1 പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊരു എലമെന്റിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഓരോ പ്രൊഡക്റ്റും അതിലെ എലമെന്റ് ആയിരിക്കണം എന്നുള്ള. അപ്പൊ x-1, 2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? is a polynomial of x-1, 2 എന്ന് പറയുന്നത് അഗെയിൻ ഒരു
പ്രൈം ഐഡിയൽ ആണ്. ഓക്കെ, പ്രൈം ഐഡിയൽസ് എന്ന് പറയുന്നത് x-1, 2 ആണ്. x-1 എന്ന് പറയുന്നത് ഓക്കെ അതോടെ ഇനി നമുക്കിത് പ്രൈം ഐഡിയൽ ആണോ ചെക്ക് ചെയ്യണതിനേക്കാളും എളുപ്പം ദി ഐഡിയൽ x,5 ഒരു മാക്സിമൽ ഐഡിയൽ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഐഡിയൽ ജനറേറ്റഡ് ബൈ x,5 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു ഇതിന്റെ ഫോം എന്ന് പറയുന്നത് x ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് സം 5 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്നുള്ള മാതിരി ആയിരിക്കും ഇതിന്റെ ഫോം. വേർ പി ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു നമ്മുടെ റിംഗ് ആർ ആണ്. ഓക്കെ, അപ്പൊ ജനറേറ്റ് x,5 ആണ്. ഇനി ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് x⁻⁻1 എന്നുള്ളത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ x ഇൻറ്റു 1/x ചെയ്തു പ്ലസ് 5 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഞാൻ 0 ആയിട്ട് എടുക്കും. സോ വിൽ ഗെറ്റ് 1. അപ്പൊ 1 എന്ന് പറയുന്നത് ഏത് ഇതിലുണ്ട്? x,5 എന്നുള്ള നമ്മുടെ എന്തിലുണ്ട്? 1 ബിലോങ്സ് ടു x,5ലുണ്ട്. അപ്പൊ x,5ല് 1 ഉണ്ടെങ്കിൽ തന്നെ 1 എന്താണ്? യൂണിറ്റി ആണ്. യൂണിറ്റി അതിലുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആറിനോട് ഈക്വൽ ആവും. കംപ്ലീറ്റ്ലി ആറിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയൽസിനാണ്. അപ്പോ ഇതെന്തല്ല? നോട്ട് പ്രോപ്പർ. അതുകൊണ്ട് തന്നെ ഇംപ്ലൈസ് ഇറ്റ് ഈസ് നോട്ട് മാക്സിമൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ നെഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് പ്രൈം ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അതിൽ ഏതൊരു എലമെന്റ് എടുത്തിട്ടും പ്രൊഡക്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അത് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന ഈ z ഓഫ് x,x-1 ചെയ്യാൻ ബുദ്ധിമുട്ടാവുകൊണ്ടാണ് ബാക്കി ഞാൻ ഓപ്ഷൻസ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, അടുത്തത് ഒന്നുമില്ല, നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Z150 Z2 Z. അപ്പൊ ZMൽ നിന്ന് ZNലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഈസ് GCD ഓഫ് M, എന്നാണ്. അപ്പൊ ഇവിടുത്തെ GCD ഓഫ് 90, 150 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി 30. അപ്പൊ ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം ZM ടു ZN എന്ന് പറയുന്നത് GCD ഓഫ് M, എന്നാണ്. ഇനി which of the following statements are true? Value of Euler phi function is even for all integers n greater than 3. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ശരിയാണ്. കാരണം phi of n-ന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും n greater than or equal to 3ക്ക് Euler phi function എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ ആയിരിക്കും. ഇനി സി കൺസിഡർ ചെയ്യൂ. അതായത് ദ പോളിനോമിയൽ റിംഗ് R of x1, x2, etc. xn is a Euclidean domain for all integers n greater than or equal to 1. നമുക്കറിയാം യൂക്ലിഡിയൻ ഡൊമെയിൻ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ഒരു റിംഗ് യൂക്ലിഡിയൻ ഡൊമെയിൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി a principal ideal domain ആയിരിക്കും. And again it will be a Euclidean domain ആണെങ്കിൽ it will be a principal ideal domain ആയിരിക്കും, unique factorization domain ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കോൺവേഴ്സ് ശരിയല്ല. യൂക്ലിഡിയൻ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു യൂക്ലിഡിയൻ നോം ഉണ്ടാവണം. 2-3 റിസൾട്ടുകളൊക്കെ ഉണ്ട്. ആൻഡ് PID പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ഐഡിയൽ ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കണം. പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വെച്ച് ജനറേറ്റ് ചെയ്യണം. അഗെയിൻ UFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നോൺ സീറോ നോൺ യൂണിറ്റ് എലമെന്റിനും ഒരു യൂണിക് ഫാക്ടറൈസേഷൻ എക്സിസ്റ്റ് ചെയ്യണം.
അപ്പൊ നമുക്ക് ഇ ഡി പറയണതിന് എളുപ്പം ഇത് രണ്ടും ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആർ ഓഫ് x1 x2 xn എന്ന് പറയുന്നതിൽ നമ്മുടെ അതിലെ ഐഡിയൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുമ്പോൾ x1 x2 എന്നുള്ള ഒരു ഐഡിയൽ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്തല്ല, പ്രിൻസിപ്പൽ ഐഡിയൽ അല്ല. അതായത് ആ ഒരു റിംഗിലെ ഐഡിയൽ ആണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് എ പ്രിൻസിപ്പൽ ഐഡിയൽ. കാരണം 2 എലമെന്റ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പി ഐ ഡി. എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ഇ ഡി. നോട്ട് എ പി ഐ ഡി ഇംപ്ലൈസ് നോട്ട് എ യൂക്ലിഡിയൻ ഡൊമൈൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഈ യൂക്ലിഡിയൻ ഡൊമൈൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇനി ഡി എന്നുള്ള ഓപ്ഷൻ നോക്കൂ. f belongs to C01 such that f of 1/2 equal to 0 of the ring C01 of 1 is a prime ideal ആണോ എന്നുള്ളതാണ് ചോദ്യം. പ്രൈം ഐഡിയൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, 2 എണ്ണത്തിന്റെ പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഇംപ്ലൈസ് either f belongs to I or g belongs to I ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തു f of 1/2 അല്ലെങ്കിൽ f into g of 1/2 equal to 0 എടുത്തു. f into g of 1/2 equal to 0. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആവുകൊണ്ട് തന്നെ f of 1/2 into g of 1/2 will be equal. നമുക്ക് രണ്ടെണ്ണത്തിൽ either f of 1/2 equal to 0 or g of 1/2 equal to 0. അപ്പൊ നമ്മുടെ രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ഓഫ് 1/2 0 ആണ് എത്തി. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ അതെന്താണ്, ഇസ് എ പ്രൈം ഐഡിയൽ. അപ്പൊ ഡി എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ആണ്. അതായത് ജി ഒരു സെക്കൻഡ് വൺ ഒരു റിസൾട്ട് ആണ്. ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി വിത്ത് ഓർഡർ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ g/2. ഹാഫ് ഓഫ് ഓർഡറിനെക്കാട്ടിലും വലുതാണ് നമ്മൾ എടുക്കുന്ന ഒരു സബ്സെറ്റിന്റെ ഓർഡർ എന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ ദിസ് ഇസ് ഈക്വൽ ടു എൻറ്റയർ ജി ആയിരിക്കും. അതായത് പ്രൊഡക്റ്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് ഈസ് എൻറ്റയർ ജി ആയിരിക്കും. ഓക്കെ, ഇതൊരു റിസൾട്ട് ആണ്, അത് ഓർത്ത് വെച്ചോളൂ. അടുത്തത് ജി ഈസ് സെറ്റ് ഗ്രൂപ്പ് ഈസ് സെറ്റ് ബി for every y belongs to g and for every positive integer n there exists x belongs to g such that x power n is equal to y. x power n equal to y എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ we say that g is a divisible group. ഓക്കെ, അപ്പോ q with ordinary addition നമ്മുടെ എക്സ് റേസ് ടു എന്നിന് പകരം നമ്മുടെ ഓപ്പറേഷൻ വരെ n into x is equal to y ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്, y/n ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയില്ലേ, ഫോർ എവറി y and for every n there exists an x എന്ന് കിട്ടി. അപ്പൊ ഫോർ എവറി y for every n there exists an x belongs to g. ഇത് belongs to q ആണ്. അതുകൊണ്ട് തന്നെ q with ordinary addition എന്താണ്, ഒരു ഡിവിസിബിൾ ഗ്രൂപ്പ് ആണ്. ഓട്ടോമാറ്റിക്കലി സി എന്നുള്ള കോംപ്ലക്സ് ഫീൽഡ് എൻറ്റയർ ഫീൽഡ് എപ്പോഴും എന്താണ് എൻറ്റയർ ഗ്രൂപ്പ് സി എന്ന് പറയുന്ന ഗ്രൂപ്പ് എപ്പോഴും ഡിവിസിബിൾ ആയിരിക്കും. സിയിൽ നമുക്ക് അറിയാം എല്ലാ നമ്പേഴ്സും പെടുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് S5 ആണ് ചോദ്യം. അപ്പോ സിമെട്രിക് ഗ്രൂപ്പ് S5 ഓഡ് പെർമ്യൂട്ടേഷൻസും ഉണ്ട്, ഈവൻ പെർമ്യൂട്ടേഷൻസും ഉണ്ട്. നമ്മൾ എപ്പോഴും N2 എടുക്കുന്ന സമയത്ത് നമ്മുടെ x² എപ്പോഴും എന്തായിരിക്കും, ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ വൈനെ ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നെഗേഷൻ കിട്ടി അല്ലെ. എക്സ് റേസ് ടു n is equal to y ആകുന്ന തരത്തില് ഫോർ എവറി y there exists an x എന്നാണ് പറയുന്നത്. അപ്പോ x² ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും എപ്പോഴും. അങ്ങനെ വെച്ചാൽ ഞാൻ എടുക്കുന്ന y ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് 1 2 3 4 ആയിട്ടുള്ള ഒരു, അതായത് 1നെ 2 മാപ്പ് ചെയ്യും, 2നെ 3 3നെ 4 4നെ 1 മാപ്പ് ചെയ്യുന്ന ഒരു പെർമ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യാം. ഇതെന്താണ്, ഇത് എപ്പോഴും എന്താണ്, ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. പക്ഷെ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്,
എപ്പോഴും ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. ഇതിന്റെ സ്ക്വയർ അല്ല, നമ്മൾ എടുക്കുന്ന എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്നിനെ നമ്മൾ 2 ആയിട്ട് എടുത്തു, വൈനെ നമ്മൾ 1 2 3 4 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 2 3 4 ആയി വരത്തക്ക രീതിക്ക് ഒരു എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇത് തെറ്റായി. ഇനി സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 5. അപ്പോ ഓൾറെഡി നമുക്കറിയാം Zn എന്ന് പറയുന്നത് ഫോർ n ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും അത് എന്തല്ല, ഇസ് നോട്ട് ഡിവിസിബിൾ. അതൊരിക്കലും ട്രൂ ആവില്ല. ഓക്കെ, Zn വിത്ത് n ഗ്രേറ്റർ ദാൻ 1 ഈസ് നോട്ട് ഡിവിസിബിൾ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആൻഡ് ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. For integers n greater than 1, let g of n denote the number of groups of order n up to isomorphism. That is, g of n is the number of isomorphism classes of groups of order n. Which of the following statements is true? Again, നമുക്ക് അവിടെ ഒരു റിസൾട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ജി എന്ന് പറയുന്നത് ഒരു പ്രൈം പവർ ആണ്, p raised to k ആണെങ്കിൽ അതായത് ഓക്കെ n എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ പ്രൈം പവർ p raised to k ആണെങ്കിൽ g of n അതായത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n എന്ന് പറയുന്നത് is equal to number of partitions of k ആണ്. പാർട്ടീഷൻസ് ഓഫ് കെ എന്ന് പറയുന്നത് പോസിബിൾ വേ ഓഫ് റൈറ്റിംഗ് കെ ആസ് സം ഓഫ് ടേംസ് ആണ്. ഓക്കെ, അപ്പൊ ജി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് കെ ആണ്. ഇത് ഒരു റിസൾട്ട് ആണ്. പിന്നെ ഒരു റിസൾട്ട് ഉള്ളത് ജി സി ഡി ഓഫ് എൻ കോമ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് മോർ ദാൻ 1 to isomorphism, non-isomorphism. ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ സി എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു റിസൾട്ട് ആണ്. ജി സി ഡി ഓഫ് എൻ കോമ ഫൈ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ജി ഓഫ് എൻ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി ജി ഓഫ് n ഈക്വൽ ടു 1 then n is prime. അങ്ങനെ ആവണമെന്ന് നിർബന്ധം ഉണ്ടോ? അതായത് n ഈക്വൽ ടു 1 then n is prime. അതിനിപ്പോ ജി ഓഫ് n 1 വരണമെന്നുണ്ടെങ്കിൽ അതായത് പാർട്ടീഷൻ ഓഫ് കെ 1, പാർട്ടീഷൻ നമ്പർ ഓഫ് പാർട്ടീഷൻസ് 1 ആകുന്ന തരത്തിലുള്ള ഒരു നമ്പർ ഏതാ ഉണ്ടാവുക? നമുക്ക് 2 കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തത് ജി ഓഫ് എൻ എന്ന് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n അപ് ടു ഐസോമോർഫിസം. അപ്പം n ഈക്വൽ ടു 15 ഞാൻ കൺസിഡർ ചെയ്തു. n ഈക്വൽ ടു 15 ആണെങ്കിൽ p ഇൻറ്റു q ആണ്. 3 വിത്ത് 3 ഡസ് നോട്ട് ഡിവൈഡ് 5 മൈനസ് 1 ആണ്. എങ്കിൽ g ഈസ് ഐസോമോർഫിക് ടു എന്തിനോട് മാത്രമാണ്? സെറ്റ് പി ക്യൂനോട് മാത്രമാണ്. അപ്പോ ഇവിടെ n നമ്മുടെ എന്താണ്? 15 ആണ്. അത് പ്രൈം ആണോ? അല്ല. സോ എ ഈസ് എ റോങ് ആൻസർ. ഇനി ജി ഓഫ് 8 2 ആണോ? ഓൾറെഡി നമുക്കറിയാം ഒരു ഓപ്ഷൻ തന്നത് 8നെ നമുക്ക് 2 പവർ 3 എന്ന് എഴുതാം. 3യുടെ പാർട്ടീഷൻസിന്റെ എണ്ണം നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ജി പവർ 8 എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകൾ, 8 ഓർഡർ ഉള്ള ഗ്രൂപ്പുകളുടെ എണ്ണമായിട്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം? Z8 എടുക്കാം, Z4 ക്രോസ് Z2 എടുക്കാം, Z2 ക്രോസ് Z2 ക്രോസ് Z2 എടുക്കാം. പിന്നുള്ളത് Q
ആൻഡ് ഡൈഹീഡ്രൽ ഗ്രൂപ്പ് D8. ഈ 5 ഗ്രൂപ്പ്സ് ആണ് ശരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് G8 ആണെങ്കിൽ നമ്മുടെ 8 ഓർഡർ ഉള്ള സബ് ഗ്രൂപ്പുകൾ 8 ഓർഡർ ഉള്ള ഐസോമോർഫിക് നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി g of n എന്ന് പറയുന്നത് 2 ആന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്ക് കിട്ടി 5 ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കിട്ടി. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ C is the answer. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, C of x be a polynomial ring in 2 variables over C. For which of the ideals I, the quotient ring C of xy over I is not an integral domain. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. C of x, y over ideal generated by x, y നമുക്ക് കൺസിഡർ ചെയ്യാം. ആക്ച്വലി ഐസോമോർഫിക് ടു എന്ത് തന്നെയാണ്, x, y എന്നുള്ള പോളിനോമിയൽ ഓവർ വന്നാൽ തന്നെ, അതായത് C of x, y over x, y എന്ന് പറയുന്നത് P of x plus Q of x plus Q of y plus generated by x, y എന്നാണ് ഇതിന്റെ സൊല്യൂഷൻസ്. ഇതിനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം, is equal to C ആയിട്ട് തന്നെ എഴുതാം. അതായത് മാപ്പിംഗ് വെച്ചിട്ട് is equal to generated by x, y തന്നെയാണ്, that is C ആണ്. സോ C എന്താണ് ഇവിടെ ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ഓക്കെ, ഇനി വേറൊരു റിസൾട്ട് ഉണ്ട്. R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. വിത്ത് യൂണിറ്റി ആണ്. R over I is an integral domain if and only if I prime ideal. അപ്പൊ I prime ideal ആണെങ്കിൽ we can say that R over I is an integral domain. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷെ ഈ റിസൾട്ടിൽ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് P of x, Q of x, Q of x, y ആണ്, which is equal to C, which is an already an integral domain. ഇനി C of x, y over x plus y എന്ന് പറയുന്നത് is isomorphic to C of x ആണ്. C of again is an integral domain ആണ്. പിന്നെ അപ്പോ എയും തെറ്റാണ്, നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ വെച്ച്, അപ്പൊ ബിയും തെറ്റാണ്. ഇനി സി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് ഐ എന്ന് പറയുന്നത് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താവണം, ഇറെഡ്യൂസിബിൾ ആവണം. അപ്പോ നമ്മള് എക്സ് പ്ലസ് വൈ സ്ക്വയർ അല്ല, അപ്പൊ ഇതിനെ നമുക്ക് സിയിൽ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ belongs to x square plus y square. ഓക്കെ, അപ്പോ പക്ഷെ എക്സ് പ്ലസ് ഐ വൈ എന്തിലില്ല, ഡസൻ ബിലോങ്സ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതേപോലെ എക്സ് മൈനസ് ഐ വൈയും എന്തിലില്ല, ഡസൻ ബിലോങ്സ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. therefore I is not a prime ideal. അതുകൊണ്ട് തന്നെ is not an integral domain. അപ്പൊ നമുക്ക് സി എന്നുള്ളത് കറക്റ്റ് ആണ്, വിച്ച് ഇസ് നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ ആണ് ചോദ്യം. ഇനി ഡി എന്ന് പറയുന്നത് എക്സ് വൈ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ ജനറേറ്റഡ് ബൈ എക്സ് വൈ മൈനസ് 1. നമ്മൾ ആക്ച്വലി ഇതിനെ ഈ ഐസോമോർഫിക് ടു എന്ന് എഴുതുന്നത് ഡിനോമിനേറ്ററിലെ വാല്യൂസ് 0 ആകുന്ന സമയം നോക്കിയിട്ടാണ്. സോ അതായത് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ മൈനസ് 1 ഈക്വൽ ടു 0 എടുക്കുന്ന സമയത്ത് നമുക്ക് y എന്ന് പറയുന്നത് 1/x ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മുടെ സി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ബൈ എക്സ് വൈ പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു എന്തായിരിക്കും, സി ഓഫ് എക്സ് 1/x ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ്, കാരണം എക്സ് വൈ മൈനസ് 1 ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതൊരു is an
ഇന്റഗ്രൽ ഡൊമെയിൻ ആണ്. സോ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഐ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാത്രമാണ് ഇവിടെ ഇന്റഗ്രൽ. അത് നമുക്ക് ഈ തിയറം വെച്ച് പറയുന്നതാണ്. R is a commutative ring with unity. R over I is an integral domain if and only if I is prime ideal. നമ്മൾ ഓൾ ടോട്ടൽ ഏകദേശം എല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട് മാക്സിമം സോൾവ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ കൗണ്ടർ എക്സാമ്പിൾസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയി തോന്നിയാലും ഓപ്ഷൻസ് വെച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വേഗം ഇതിനെ ഓപ്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.